പ്രിയപ്പെട്ടവരെ നമസ്കാരം. നിത്യജീവിതത്തിൽ അതിപ്പോൾ ജോലിസ്ഥലത്തായാലും പൊതുസമൂഹത്തിലായാലും നമുക്ക് പലതരത്തിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരം വിമർശനങ്ങളെ ഭയന്നുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും തങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ചില ആളുകളുണ്ട്, അവർ എത്ര വലിയ വിമർശനങ്ങൾക്ക് മുന്നിലും തളർന്നു പോകില്ല. അവർ തങ്ങൾ വിമർശിക്കപ്പെടുമെന്ന് ഭയന്ന് ഒരു കാര്യവും ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുകയുമില്ല. അത്തരം ആളുകളാണ് ഓരോ മേഖലയിലും പുത്തൻ പാതകൾ വെട്ടിത്തുറന്ന് മുന്നോട്ടു പോകുന്നത്. പണ്ടൊരിക്കൽ തങ്ങളെ വിമർശിച്ചവർക്ക് മുന്നിൽ വിജയത്തിൻ്റെ നക്ഷത്ര തിളക്കവുമായി നിലകൊള്ളുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം അതുതന്നെയാണ്. എങ്ങനെ വിമർശനങ്ങളെ ക്രിയാത്മകമായി സമീപിക്കാം, വിമർശനങ്ങൾക്കിടയിലും എങ്ങനെ കൂളായി മുന്നോട്ടു പോകാം. വീഡിയോ മുഴുവനായും കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഓർക്കുമല്ലോ. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നേരിടുന്ന വിമർശനങ്ങളുണ്ടല്ലോ, അവയെ ഒന്ന് സമ്മറൈസ് ചെയ്യുക എന്നതാണ്. അതായത് ഏതു കാര്യത്തിൻ്റെ പേരിലാണോ മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സംബന്ധമായി നിങ്ങളെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന മെയിൻ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. അവയെ ഒന്ന് വിശകലനം ചെയ്യുക. ആ പോയിൻറ്റ്സിനെ അടിസ്ഥാനമാക്കി സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു വീക്ഷണകോണിൽ ആയിരിക്കാം നിങ്ങളെ വിമർശിക്കുന്ന പലരും പ്രസ്തുത കാര്യത്തെ നോക്കിക്കാണുന്നത്. വ്യത്യസ്തമായ ഒരു ആംഗിളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമാണ് വിമർശനങ്ങളെ അനലൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ വിമർശിക്കുന്നവർ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അതിനെ പഠിക്കാനുള്ള, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനുള്ള അവസരമായി കാണാൻ ശ്രമിക്കുക. രണ്ടാമതായി ചെയ്യേണ്ടത്, വിമർശനങ്ങളെ പഠനവിധേയമാക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നത് ബോധ്യമായാൽ ആ തെറ്റിനെ തിരുത്താൻ മടി കാണിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾ എത്ര അനുഭവസമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. നിങ്ങളെ വിമർശിക്കുന്ന, പ്രസ്തുത തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയിലോ അനുഭവസമ്പത്തിലോ ഒരുപക്ഷെ കുറച്ച് താഴെയായിരിക്കാം. അതുകാരണത്താൽ നിങ്ങളിലെ ഈഗോ പ്രവർത്തിച്ച് ചെയ്തു പോയ തെറ്റിനെ തിരുത്താതെ അതാണ് ശരി എന്ന് പ്രസ്താവിച്ചുകൊണ്ട് മുന്നോട്ടു പോകരുത്. അങ്ങനെ പോയാൽ അത് കൂടുതൽ വലിയ തെറ്റുകളിലേക്കാവും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. തെറ്റ് തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് തിരുത്തുക. നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോയ തെറ്റിനെ കണ്ടെത്താൻ സഹായിച്ച വിമർശകരോട് നേരിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി മനസ്സിലെങ്കിലും ഒരു നന്ദി പറഞ്ഞേക്കുക. മൂന്നാമതായി ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും നിങ്ങളെ വിമർശിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അതായത് തികച്ചും അനാവശ്യമായി വിമർശനം തൊടുത്തുവിടുന്ന വ്യക്തികളെ തിരിച്ചറിയാൻ പഠിക്കുക എന്നതാണ്. അവർ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും പലവിധ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തളർത്താൻ ശ്രമിക്കും. അത്തരം ആളുകളുടെ ഉദ്ദേശം നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക എന്നതായിരിക്കും. അവർക്ക് നിങ്ങളോട് അസൂയയോ മറ്റെന്തെങ്കിലും ദേഷ്യമോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ കാരണം തിരഞ്ഞു പോകേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത്, അനാവശ്യമായി വിമർശിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാതിരിക്കുക, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുക എന്നതാണ്. ക്രിയാത്മകമായ വിമർശനങ്ങളെ സ്വീകരിക്കുകയും അനാവശ്യ വിമർശനങ്ങളെ പുറന്തള്ളുകയും ചെയ്യാൻ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. നാലാമതായി ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് വിമർശനം നേരിടുകയാണെങ്കിൽ തിരിച്ചും വിമർശനത്തിൻ്റെ ഭാഷയിൽ പ്രതികരിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. ഒരു വിമർശനം നേരിടുമ്പോൾ തിരിച്ച് മറ്റൊരു കാരണം കണ്ടെത്തി വിമർശിക്കുന്ന ശീലം പല ആളുകൾക്കുമുണ്ട്. ഇങ്ങനെ ആയാൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വിമർശനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ വിമർശനത്തെ സ്വീകരിക്കണോ, അതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ, അതോ ആ വിമർശനത്തെ തള്ളിക്കളയണോ? ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അതിനു പകരം മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെ സ്വന്തം എനർജി പാഴാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അഞ്ചാമതായി ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് വിമർശനങ്ങളെ ഭയന്ന് ഒന്നും ചെയ്യാനാവാതെ ജീവിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു മികവുറ്റ വ്യക്തിയാണ്. ഒന്നും ചെയ്യാത്തവരെ ആളുകൾ വിമർശിക്കുകയില്ല. അത്തരക്കാരെ ആരും തിരിഞ്ഞു നോക്കുകയുമില്ല. നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ശരിയെന്നോർത്ത് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുകൊണ്ടാവാം ആളുകൾ നിങ്ങളെ വിമർശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിമർശനം നിങ്ങൾക്കൊരു അനുഗ്രഹമല്ലേ? തെറ്റ് ചെയ്തിട്ടും ആരും നിങ്ങളെ വിമർശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ തെറ്റ് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക? വിമർശനങ്ങൾ നിങ്ങളെ തളർത്താനുള്ളതല്ല, വളർത്താൻ ഉള്ളതാണെന്ന് തിരിച്ചറിയുക. ഇനി നിങ്ങൾ വിമർശനങ്ങൾ നേരിടുമ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനസ്സിലോർക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.